മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. അപ്പോൾ മക്കളെ, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ദ ബെസ്റ്റ് സ്മാർട്ട് വർക്ക്, അതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ മൊത്തം പറയുന്നത്. മക്കളെ, ഈ വീഡിയോ +1 +2 ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികളെല്ലാവരും നിർബന്ധമായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മക്കളെ. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കാര്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കാണുക. കുറച്ച് ടൈം നിങ്ങൾക്ക് പോകുമെങ്കിലും ആ ടൈം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടും. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ മാറുകയാണ്. ഞാൻ മാത്സ് അധ്യാപകനാണ്. ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുവാണ്. ഞാൻ ഒരു മാത്സ് അധ്യാപകനാണ്. അതുകൊണ്ട് മാത്സിനെ ബേസ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും. എങ്കിലും എല്ലാ സബ്ജക്റ്റിൻ്റെയും കേസിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി കാണും, പ്രീവിയസ് പാറ്റേണിൽ നിന്നും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. മാത്സിൻ്റെ കാര്യത്തിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം, +1ൻ്റെയും +2ൻ്റെയും എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ +1 കുട്ടികൾക്ക് ഈ ചേഞ്ച് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ചേഞ്ച് മനസ്സിലായത് എപ്പോഴാണെന്നറിയുമോ? ഫൈനൽ എക്സാമിനായിരുന്നു. അവരുടെ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ പ്രീവിയസ് പാറ്റേണിൽ തന്നെ ചോദിച്ചിട്ട് ഫൈനൽ എക്സാമിന് പുതിയൊരു പാറ്റേണിൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു രീതിയിൽ ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബ് എഡ്യൂക്കേറ്റേഴ്സും അതിനെതിരെ ശക്തമായ പ്രകടനം കാണിച്ചായിരുന്നു. കാരണം വേറൊന്നുമല്ല, പ്രീവിയസ് ഒരു സൂചന പോലും നൽകാതെയാണ് അവർ പെട്ടെന്നൊരു പാറ്റേൺ അവതരിപ്പിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല മക്കളെ. നമുക്കിവിടെ ഫൈനൽ എക്സാം ടഫായി കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു എഡ്യൂക്കേറ്റേഴ്സിനും വന്ന് ടഫായി കുട്ടികളുടെ ചതി എന്ന് പറഞ്ഞ് പ്രത്യേകം ഇനി വന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്രിസ്മസ് എക്സാമിൽ അവർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു സൂചന പ്രകാരം അവർ പറഞ്ഞിട്ടുണ്ട് ടഫായിരിക്കും, പാറ്റേൺ പുതിയതായിരിക്കും എന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊക്കെ കാര്യമുണ്ടോ? അവർ പുതിയൊരു പാറ്റേൺ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് മക്കളെ. സോ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി പുതിയൊരു പാറ്റേൺ അവതരിപ്പിച്ചു. ഇതേപോലെ തന്നെ കുറച്ച് നാൾക്ക് മുമ്പ് സിലബസ് പുതിയതായിട്ട് കുറേ കട്ട് ചെയ്തിട്ട് പുതിയൊരു സിലബസ് അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പോൾ കുട്ടികളെല്ലാം വരുവാണ്. അതേപോലെ മാത്സിന് കുറേ നാളുകൾക്ക് ശേഷം ലാബ് അവതരിപ്പിച്ചു. ടീച്ചേഴ്സ് എല്ലാം അതിനെതിരെ പ്രതികരിച്ചായിരുന്നു ആദ്യം, പക്ഷേ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നില്ലേ? അതേപോലെ ഇതിനെതിരെ ആദ്യം പ്രതികരണം ഉണ്ടായാലും മക്കളെ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് മാറ്റാൻ പറ്റുന്ന കാര്യം ഉറപ്പായി. അപ്പോൾ നമ്മൾ മാറും. നമുക്ക് എങ്ങനെ മാറാം? ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഈ അവസാന സമയത്ത് കൊണ്ട് ഇങ്ങനെ ഇവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, എനിക്കും അതിനോട് എതിർപ്പുണ്ട്. കാരണം അവസാന സമയത്തല്ല ഇത് പറയേണ്ടത്, ഈ ഒരു പാറ്റേൺ ചേഞ്ച്. ശരിക്കും ആദ്യമേ തന്നെ ഓണ എക്സാം തന്നെ പബ്ലിക്കായിട്ട് നടത്തിയിട്ട് അവിടെ ഒരു പാറ്റേൺ ചേഞ്ച് നൽകിയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് സമയം കിട്ടിയാൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന വേണ്ടപ്പെട്ട ആളുകൾ അവർ എടുക്കേണ്ട ഒരു തീരുമാനം, ശരിക്കും +1 +2 കുട്ടികൾക്ക് പെട്ടെന്നൊരു പാറ്റേൺ ചേഞ്ച് കൊടുത്തുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകണമെന്നില്ല. ഈ എക്സാമിൻ്റെ ഈ ടഫ്നെസ് ഇതെല്ലാം കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ ക്വാളിറ്റി കൂട്ടേണ്ടത് ശരിക്കും ഒരു 8ാം ക്ലാസ് തൊട്ടാണ്. സോ 8ാം ക്ലാസ് തൊട്ട് ആ ഒരു ക്വാളിറ്റി പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ഈ ഒരു പാറ്റേണിൽ എത്തിപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. പക്ഷേ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ വേറൊരു പാറ്റേൺ, സിമ്പിളായിട്ടൊരു പാറ്റേൺ പഠിച്ചു വന്നൊരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ A+ഉം Aയും മാത്രം വാങ്ങി വളരെ എളുപ്പമുള്ള സിലബസ് പഠിച്ചു വന്നൊരു കുട്ടിക്ക് +1ൽ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സിലബസ് മാറ്റി പെട്ടെന്നൊരു ടഫ് സിലബസ് കൊടുക്കുമ്പോൾ, സിലബസ് അല്ല ടഫായിട്ടുള്ള എക്സാം പാറ്റേൺ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും അത് കൊടുക്കേണ്ടത് 8ാം ക്ലാസ് തൊട്ടേ അവരെ നമ്മളൊരു വീട് പണിയുന്ന പോലെ തന്നെ അടിത്തറ നന്നായിട്ട് കെട്ടിയിട്ട് വേണം മുകളിലേക്ക് പണിത് വരാൻ. അല്ലാതെ അടിത്തറയൊക്കെ എങ്ങനെയെങ്കിലും കെട്ടിയിട്ട് മുകളിൽ കൊണ്ട് നന്നായിട്ട് വാർത്ത് കേട്ട ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് 9ാം ക്ലാസും 10ാം ക്ലാസ്സിലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നതിന് ശേഷം +1ൽ ചേഞ്ച് വരുത്തുവാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഹോംവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അവരെന്തായാലും മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. സോ നമ്മൾ മാറിയേ പറ്റൂ. അപ്പോൾ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഇനി മുന്നിലുള്ള ദിവസങ്ങൾ, ഇത് +1 +2 റെഗുലർ ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കുട്ടികൾ, അത് പ്രത്യേകം മാത്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും
ഈ ഒരു വീഡിയോ മൊത്തം നിങ്ങൾക്കും കാണാവുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കും. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് മാത്സിൻ്റെ മാത്രമല്ല, നിങ്ങൾ പഠിക്കേണ്ട സമയവും എങ്ങനെയാണെന്നുള്ള സ്മാർട്ട് വർക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഇനി സ്മാർട്ട് വർക്ക് തുടങ്ങേണ്ടത് എപ്പോഴത്തൊട്ടാണെന്നറിയുമോ? ഡിസംബർ 22. ഡിസംബർ 22 ഞായറാഴ്ചയാണ്. അന്ന് മുതൽ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ മക്കളെ 70 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഡിസംബർ 22 തൊട്ട് മാർച്ച് 1 വരെയുള്ള ദിവസങ്ങൾ എടുക്കുവാണെങ്കിൽ മക്കളെ 70ഓളം ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എടാ മക്കളെ, 60ഉം 50ഉം ദിവസം മതി നമുക്ക് പഠിച്ചു തീർക്കാൻ. നിങ്ങളിപ്പോൾ കളഞ്ഞ ദിവസങ്ങളിലൊന്ന് ഓർത്ത് നോക്കിയേ, അതിനകത്തൊരു 20 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? കഷ്ടപ്പെട്ട് 20 ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു 30 ദിവസം ചിലപ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചു കാണും. അല്ലേടാ മക്കളെ? 30 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ 30 × 24 നിങ്ങൾ കൂട്ടി നോക്ക്. 24 മണിക്കൂർ കൂട്ടണ്ട, 30 × ഒരു 8 മണിക്കൂർ കൂട്ടി നോക്ക്. 240 മണിക്കൂറേ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണത്തുള്ളൂ. ആ 240 മണിക്കൂർ നമുക്ക് ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കാനുള്ള സമയം ധാരാളമാണ്. മനസ്സിലായോ? ഞാനിത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയ മക്കളെ നിങ്ങളോട് പറയുന്നത്. സോ മനസ്സിലാക്കുക മക്കൾ. അതിനു മുമ്പ് നമ്മൾ ഡിസംബർ 23-ന് 22-ാം തീയതിയാണ് നിങ്ങളുടെ സ്മാർട്ട് വർക്ക് തുടങ്ങുന്നത്. സോ ഡിസംബർ 23-ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 23-ന് ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 23-ന് നമ്മുടെ മാത്സിൻ്റെ +1 +2 കുട്ടികൾക്ക് വേണ്ടി ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. നേരത്തെ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ നേരത്തെ എടുത്ത വീഡിയോ ഒന്നുമല്ല. കാരണം കൺസെപ്റ്റ് ചേഞ്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നേന്ന് തുടങ്ങാൻ പോകുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, ആദ്യം മുതലേ ടഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം അതേപോലുള്ള ടഫ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് മക്കളെ. സോ +1 +2 മാത്സിൻ്റെ മാത്രമായിരിക്കും ക്ലാസ്സുകൾ. സോ നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യമാണത്. ഞാനും കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഈ 70 ദിവസം ഞാനും കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷേ മക്കളെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ക്ലാസ്സുകൾ ആപ്പ് വഴിയായിരിക്കും നൽകുന്നത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാധാരണ എല്ലാവരും ഈ പരസ്യമൊക്കെ പറയുന്ന പോലെ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ഒന്ന് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ +1 +2 മാത്സിൻ്റെ ക്രാഷ് കോഴ്സാണ് ഡിസംബർ 23 മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം താഴത്തുണ്ട് മക്കളെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എനിക്കൊരു ഹായ് അയയ്ക്കുക. എന്നിട്ട് മക്കളെ ഏത് ക്ലാസ് ആണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ സേ ആണെങ്കിൽ സേ, ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ റെഗുലർ ആണെങ്കിൽ റെഗുലർ. പക്ഷേ റെഗുലറിൻ്റെ ബാച്ചാണ് 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. സേയുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെഗുലർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പുതിയ റെഗുലർ ക്രാഷ് ബാച്ചാണ് മക്കളെ. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ട് ഒന്നേ തുടങ്ങാൻ പോകണം. ഓക്കെ, ഞാൻ അത് പറഞ്ഞ് കൂടുതൽ ഞാൻ പരസ്യം ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നില്ല. അപ്പോൾ മക്കളെ, എല്ലാ കുട്ടികളും ഡിസംബർ 22-ാം തീയതി മുതൽ പഠിച്ചു തുടങ്ങണം. ഓക്കെ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡിസംബർ 22 എന്ന് പറയുമ്പോൾ നിങ്ങൾ 20-ാം തീയതി നിങ്ങളുടെ സ്കൂളിലെല്ലാം സെലിബ്രേഷനാണ്. അതിനുശേഷം 21 നിങ്ങൾ റെസ്റ്റ് എടുത്തോ. 22-ാം തീയതി ഞായറാഴ്ചയാണ്. വേണമെങ്കിൽ ചിലപ്പോൾ ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ദിവസമായിരിക്കും. എങ്കിലും ദിവസങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ പഠിക്കുന്ന ദിവസം കൂടെ എക്സ്ട്രാ നിങ്ങൾ കയറ്റി എടുത്തോണം. എങ്കിലും 22-ാം തീയതി തൊട്ട് കുട്ടികൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഒരു 5-6 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. മക്കളെ പേടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. അപ്പോൾ 70 ദിവസം നമ്മുടെ മുന്നിലുള്ള കാര്യം മനസ്സിലായല്ലോ. 70 ദിവസം മുന്നിലുണ്ട്. എന്ത് ചെയ്യണം? അടുത്തത് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട പരിപാടി ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു നോട്ട്ബുക്ക് നിർബന്ധമായിട്ട് എല്ലാവരും എടുക്കണം. മൊബൈലൊന്നും ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. ഒരു നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഈ 3 ടൈമും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പക്ഷേ ഞാൻ ടൈം ടേബിളായിട്ട് ഉണ്ടാക്കി തരുന്നില്ല. എങ്ങനെ ടൈം ടേബിൾ നിർമ്മിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. കാരണം ഓരോ കുട്ടികളുടെയും പഠന സമയം, അവർ കഷ്ടപ്പെടുന്ന രീതി ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. സോ നിങ്ങൾക്ക് വിട്ടിരിക്കുവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്ക് എടുക്കുക, ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു കോളമൊക്കെ വരച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാം. ഇവിടെ കണ്ടല്ലോ, മോർണിംഗ് സെക്ഷൻ, ഈവനിങ്, നൈറ്റ്. മോർണിംഗിലേക്കും കുറച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മോർണിംഗിൽ കോളങ്ങൾ കൂടുതൽ
വരച്ച് ചേർക്കുക. ഈവനിങ്ങിൽ എന്ന് പറയുമ്പോൾ വൈകുന്നേരം, ഇപ്പോൾ ക്ലാസ് കാണുമല്ലോ, ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ട്യൂഷനാണ് പോകണമെങ്കിൽ ട്യൂഷൻ ടൈം, നൈറ്റ് നിങ്ങൾ കൂടുതൽ നേരം എടുക്കുമെങ്കിൽ അങ്ങനെ. കോളം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ മോർണിംഗ്, ഈവനിങ്, നൈറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡേ ആണ്. ഓക്കെ, ഇവിടെ ഡേ എന്ന് എഴുതുക. ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ദിവസം വേണേ ആകാം. നമുക്കിപ്പോൾ ഡേ എന്ന് രേഖപ്പെടുത്തിയ ശേഷം ഫസ്റ്റ് ഡേ, ആദ്യത്തെ ഒരു കോളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതവിടെ കിടക്കട്ടെ. ഫസ്റ്റ് ഡിസംബർ 22 അല്ലേ? സോ ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് ഡിസംബർ 22. അന്ന് ഏത് ദിവസമാണ്? ഡിസംബർ 22 സൺഡേ ആണ്. സോ ഡിസംബർ 22 സൺഡേ എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഡിസംബർ 22 സൺഡേ. ഇനി ഫസ്റ്റ് കോളം ഡേ എന്ന് എഴുതി. നമ്മൾ ഇവിടെ എല്ലാം മക്കളെ എഴുതേണ്ടത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യാൻ പോകുന്ന ആ ടൈമുകളാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് കോളത്ത് നിങ്ങൾ എഴുതണമെന്നില്ല. ഡിസംബർ 22 ഇത് ആദ്യം തന്നെ നിങ്ങൾ രാവിലെ 4:30 എഴുന്നേറ്റു, 5:30 എഴുന്നേറ്റു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതണ്ട. പഠന സമയമാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡിസംബർ 22 സൺഡേ ഞാൻ എഴുതി. ഇത് എഴുതേണ്ട എപ്പോഴാണ്? തലേ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലേ കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ശേഷം ചിലപ്പോൾ 4:30 ചിലപ്പോൾ 5 മണിക്കായിരിക്കും. ആ 5 മണി തൊട്ട് എത്ര മണി വരെ ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിപ്പിക്കാം. ആ സമയം ഇപ്പം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു, വേണ്ട 4:30 എഴുന്നേറ്റു, 5 മണി തൊട്ട് ഞാനൊരു 6 മണി വരെ രാവിലെ പഠിച്ചു. ഓക്കെ, 5 to 6 AM എന്ന് വേണമെങ്കിൽ മുകളിൽ എഴുതാം. AM നിങ്ങളുടെ ഇഷ്ടം. 5 തൊട്ട് 6 വരെ. AM എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി മോർണിംഗ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ. സോ AM എന്ന് എഴുതണമെന്നില്ല. 5 തൊട്ട് 6 വരെ നമ്മൾ പഠിച്ചു. എന്താണ് പഠിച്ചതെന്നാണ് അതിൻ്റെ താഴെ എഴുതേണ്ടത്. 5 തൊട്ട് 6 വരെ നമ്മൾ പഠിച്ചല്ലോ. 5 തൊട്ട് 6 വരെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പഠിച്ചത്? ഫിസിക്സ് എങ്കിൽ ഫിസിക്സ്, മാത്സ് എങ്കിൽ മാത്സ്. ആ കോളം കുറച്ചുകൂടെ വലുതാക്കുകയാണെങ്കിൽ ഏത് പോർഷനാണ് പഠിച്ചതെന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളപ്പോൾ ചെയ്യേണ്ട മക്കളെ, നിങ്ങൾ നോട്ട്ബുക്കിൽ എടുത്തിട്ട് ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുക. മക്കളെ, നിങ്ങൾ ഒരു പ്രത്യേക ഒരു നോട്ട്ബുക്കും കൂടെ വേണമെങ്കിൽ ഓരോ സബ്ജക്റ്റിന് എടുക്കാം. അത് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല, കാരണം നമ്മൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ പോകണല്ലോ. പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റുകൾ വേണമെങ്കിൽ എഴുതാൻ വേണ്ടി ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അത് എല്ലാവരോടും നിർബന്ധമായിട്ട് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ 5 തൊട്ട് 6 വരെ മാത്സ് പഠിച്ചല്ലോ. യെസ്. അതിനുശേഷം ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ബ്രഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുളിക്കുക, എല്ലാം കഴിഞ്ഞ് വന്ന ശേഷം വേണമെങ്കിൽ 6:30 രാവിലെ കുളിക്കണവർക്കുണ്ടെങ്കിൽ ഓക്കെ, ആ സമയം നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം വേണമെങ്കിൽ 6:30. ഞാൻ എക്സാമ്പിൾ പറയുവാണ്. ഞാൻ രാവിലെ കുളിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, 6 മണിക്ക് ശേഷം ഞാൻ കുളിക്കാൻ പോയി. അതെല്ലാം കഴിഞ്ഞ് 6:30 ഫുഡൊക്കെ വേണമെങ്കിൽ രാവിലെ കഴിക്കാം. 6:30 തൊട്ട് 6:30 7:30 വരെ ഞാൻ ഫിസിക്സ് പഠിച്ചു. ഓക്കെ, ഫിസിക്സ് പഠിച്ചു. 7:30 തൊട്ട് പിന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട 6:30 തൊട്ട് 8 മണി വരെ നിങ്ങൾ പഠിച്ചു. കാരണം രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ 6:30 തൊട്ട് 8 മണി വരെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല മക്കളെ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫിസിക്സ് പഠിച്ചു. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ കോളങ്ങളുടെ എണ്ണം കൂട്ടുവാണ്. 8 തൊട്ട് 10 വരെ കെമിസ്ട്രി. ഓക്കെ, അങ്ങനെ മോർണിംഗ് ഡേ നമുക്ക് വേണമെങ്കിൽ സൺഡേ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും കോളങ്ങൾ ആഡ് ചെയ്യാം. വേണമെങ്കിൽ താഴത്തെ കോളം നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, മോർണിംഗ് ടൈമാണ്. സോ മോർണിംഗിൻ്റെ ഇത് കണ്ടല്ലോ ഞാൻ തിരിച്ചിരിക്കുന്നത്. മോർണിംഗിൻ്റെ അവിടെ തന്നെ നിങ്ങൾ എഴുതി ചേർക്കുക. അപ്പോൾ അന്ന് സൺഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് കോളങ്ങളുടെ എണ്ണം കൂടും, കാരണം മോർണിംഗ് ടൈം നമുക്ക് ധാരാളം കിട്ടും. ഇപ്പോൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ 8 തൊട്ട് 8:30 വരെ വേണമെങ്കിൽ മാക്സിമം പഠിച്ച ശേഷം സ്കൂളിൽ പോവാം. ഓക്കെ, അതിനുശേഷം ഈവനിങ് ടൈം. മക്കളെ, ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര സമയം പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ഞാനത് ലാസ്റ്റ് പറയാം. ഈവനിങ് ടൈം നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണെങ്കിലോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, ഇപ്പം ഇവിടെ സൺഡേ ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. അവിടെ വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റൊക്കെ എടുക്കുക. അതിനുശേഷം ഒരു 2:30-3 മണിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതപ്പോൾ ഈവനിങ് ആയില്ലേ? ഉച്ചയ്ക്ക് ശേഷം ഞാൻ പഠിക്കാനായിട്ട് ആരും നിർബന്ധിക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബോണസ് സമയം നമുക്ക് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈവനിങ്ങിൽ ഇപ്പോൾ ക്ലാസ് ഉള്ള ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ, ഞാൻ എക്സാമ്പിളാണ്, 4:30 അല്ലെങ്കിൽ വേണം 5 മണിക്ക്, 5 തൊട്ട് 6 വരെ ട്യൂഷന് പോവുമോ? എന്താണ് ട്യൂഷനെങ്കിൽ ട്യൂഷൻ, 5 തൊട്ട് 6 വരെ ട്യൂഷൻ. അതിനുശേഷം വന്നു. ആ സമയം വേണമെങ്കിൽ വൈകുന്നേരം എനിക്ക് 5 തൊട്ട് 6 വരെ പഠിക്കാനേ ടൈം കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ വേണം 5 തൊട്ട് 6:30 എന്താണെങ്കിലും. ഓക്കെ, അത് കഴിഞ്ഞു. ഈവനിങ് ടൈം അത്രയും കഴിഞ്ഞു. പിന്നെ നൈറ്റ് ടൈം കുറച്ച് കൂടുതൽ നേരം ഇരിക്കാൻ ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ ആ സമയം നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താം. നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7 മണിയായിട്ട് നമുക്ക് വേണമെങ്കിൽ നൈറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 7 മണി തൊട്ട്, അല്ലെങ്കിൽ 7:30 തൊട്ട്
ഒരു 9 മണി വരെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ബയോളജി പഠിക്കാം. ഓക്കെ, 9ന് ശേഷം ഫുഡ് കഴിക്കുമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നേരത്തെ കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 9 മണിക്ക് ഫുഡ് കഴിച്ച ശേഷം ഒരു 9:30 വേണമെങ്കിൽ വീണ്ടും ഇരിക്കാം, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇരിക്കാം. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമോ എന്ത് വേണം ചെയ്തോ. ഇതൊന്നും മാറ്റിവെക്കാൻ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 70 ദിവസം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. 9:30 തൊട്ട് ഒരു 11 മണി വരെ, അല്ലെങ്കിൽ വേണ്ട 10:30 വരെ 1 മണിക്കൂർ നിങ്ങൾക്ക് അവിടെയും കിട്ടും. ബയോളജിക്കകത്ത് ബയോളജി, സുവോളജിയും ബോട്ടണിയൊക്കെ ഉൾപ്പെടും. കമ്പ്യൂട്ടറെങ്കിൽ കമ്പ്യൂട്ടർ, എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തിയാണേ 1, 2, 3 കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള മെയിൻ സബ്ജക്റ്റുകൾ ഒരു ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും ഉണ്ട്, അത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ മെയിൻ വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, 3 സബ്ജക്റ്റ്, പിന്നെ ബയോളജിക്ക് ബയോളജി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടർ, നിർബന്ധമായിട്ടും 4 മെയിൻ സബ്ജക്റ്റുകൾ. കൊമേഴ്സ് കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകൾ 4 എണ്ണം, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് വെച്ച് ബാക്കി 4 എണ്ണം എല്ലാ ദിവസവും ഉൾപ്പെടുത്തണം. ഓക്കെ, ഒരു സബ്ജക്റ്റിൻ്റെ കൂടുതലേനും പഠിക്കാതെ നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ ഒരു ദിവസം 4 സബ്ജക്റ്റ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ദിവസം 3 സബ്ജക്റ്റ്. എന്തായാലും ഒരു ദിവസം മൊത്തം ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അത് ബോറടിക്കും. 2, 3 അല്ലെങ്കിൽ 4 സബ്ജക്റ്റ് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാം ഏകദേശം തൊട്ടുപോയി മക്കളെ. ആ ദിവസം ഞാൻ പഠിച്ചത് നോക്കാം, നമുക്ക് എത്ര മണിക്കൂർ പഠിച്ചെന്ന് നോക്കാം. 5 തൊട്ട് 6 1 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂറായി, ഇവിടെ 1.5 മണിക്കൂർ കിട്ടി, അപ്പോൾ 2.5 മണിക്കൂറായി, ഇവിടെ 2 മണിക്കൂർ കിട്ടി, 4.5 മണിക്കൂറായി, 4.5 ഇവിടെ 1.5, 4.5 1 5.5 6 മണിക്കൂറായി, 6ഉം പിന്നെ ഇവിടെ 2 1.5 മണിക്കൂറായി, 6 1 7 7.5 മണിക്കൂർ, 1ഉം 8.5 മണിക്കൂർ. എടാ മക്കളെ, ഒരു സൺഡേയിൽ ഞാൻ പഠിച്ചതാണ് 8.5 മണിക്കൂർ. വേണ്ട, 8 മണിക്കൂർ കൂട്ട്. 8 മണിക്കൂർ ഞാൻ ആ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്തു എന്ന് ലാസ്റ്റ് ഒരു കോളം കൂടെ നിങ്ങൾ വരച്ചിട്ട് എഴുതുക. എത്ര മണിക്കൂർ ടോട്ടൽ അവർ. 8 മണിക്കൂർ നമുക്കൊരു ദിവസം കിട്ടി. സന്തോഷമല്ലേ? എടാ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം. മക്കളെ ഈ രാവിലത്തെ ടൈം നിങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തോ. പക്ഷേ വൈകുന്നേരത്തെ സമയം കൂടുതൽ എടുക്കണം. മസ്റ്റായിട്ട് ഒരു 5 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ 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 സമയം നമുക്ക് മിച്ചം കിട്ടും. മനസ്സിലായി? ഇപ്പം ഞാനിപ്പോൾ കുറേ റെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ 8 തൊട്ട് 10 വരെ പഠിച്ചതിന് ശേഷം ഞായറാഴ്ചയാണ് 11, 12 ഉച്ചക്കൊക്കെ ഞാൻ കളഞ്ഞു. എന്നിട്ട് 5 തൊട്ടാണ് ഞാൻ പഠിച്ചത്. 8 മണിക്കൂർ എനിക്ക് ധാരാളം സമയം കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ കൂട്ടുകാരൊപ്പം പുറത്തു ഒക്കെ ചെയ്യാൻ എനിക്ക്. എന്നിട്ടും എനിക്ക് 8 മണിക്കൂർ കിട്ടിയെങ്കിൽ ഒരു ദിവസത്തെ കാര്യം കേട്ടോ. എത്രത്തോളം സമയം നമുക്ക് കിട്ടുമെന്ന് ഓർത്തോണം. ഇതേപോലെ അടുത്ത ദിവസവും നിങ്ങൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തയ്യാറാക്കേണ്ട കാര്യമില്ല. പഠിക്കാനിരിക്കുമ്പോൾ രാവിലെ പഠിക്കാതിരിക്കുമ്പോൾ 5 തൊട്ട് 6 വരെ ഞാൻ പഠിക്കണം, അത് മാത്സ് ആയിരിക്കണമെന്ന് എഴുതുക. അപ്പോഴേ എഴുതണം, നിർബന്ധമായിട്ടുള്ള കാര്യം എഴുതണം. അതിനുശേഷം നിങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്ന് ഇരിക്കാൻ നേരത്ത് 6:30ക്കാണ് വരുന്നതെങ്കിൽ 6:30 തൊട്ട് ഞാൻ എത്ര മണി വരെ, ആ 1 മണിക്കൂർ മാത്രം നിങ്ങൾ അപ്പോൾ എഴുതിയാൽ മതി. മനസ്സിലായോ? പഠിക്കാതിരിക്കുന്ന സമയം തൊട്ട് എത്ര മണി വരെ, അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ എല്ലാം എഴുതി വെച്ചതിന് ശേഷം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മക്കളെ ലാസ്റ്റത്തെ ദിവസം നമുക്കൊരു സന്തോഷം കിട്ടും. 8 മണിക്കൂർ ഇതെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് പിറ്റേ ദിവസം ഡിസംബർ 22, 23 മൺഡേ ആണ്, ക്ലാസ് ഉള്ള ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്. അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 6 മണിക്കൂറേ പഠിക്കാൻ കിട്ടി കാണത്തുള്ളൂ, 6 അവർ. അടുത്ത ദിവസം 4 അവറേ പഠിച്ച് കാണത്തുള്ളൂ. അടുത്ത ദിവസം പഠിച്ച് കാണത്തില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, 0 അവർ. ഇതെല്ലാം ചെയ്ത ശേഷം ഒരു 10 ദിവസം ആകുമ്പോൾ നിങ്ങൾ നോക്കുക. 70 ദിവസമുണ്ട്, അതിനകത്ത് ഞാൻ പറയാം. 10 ദിവസം ആകുമ്പോൾ നിങ്ങളൊന്ന് റീവിസിറ്റ് നടത്തുക. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ ഞാൻ പഠിച്ചു. ഏകദേശം 200 അല്ലെങ്കിൽ 180ഓളം ദിവസങ്ങൾ നിങ്ങൾ കളഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കണം കേട്ടോ. ഓക്കെ, ഇത്രത്തോളം ദിവസങ്ങൾ കളഞ്ഞു നിങ്ങൾ. അതിനെപ്പറ്റിയും ഇനിയിപ്പം നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ഇനി മുതൽ പഠിക്കാൻ പോവാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും മക്കളെ, എത്രത്തോളം ടൈം നമുക്കുണ്ട്. വളരെയധികം കോൺഫിഡൻസ് ആകും നമ്മൾ. എല്ലാവരുടെയും പ്രശ്നം എന്താടാ? ടെൻഷനാണ് അല്ലേ? ആ ടെൻഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എത്ര നേരം പഠിച്ചു എന്നുള്ളത്. ഇപ്പം നിങ്ങളിങ്ങനെ എഴുതണേൻ്റെ ഗുണം എന്താ അറിയുക? നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിച്ചില്ല, എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ 3 ദിവസം ഞാൻ ഒന്നും പഠിച്ചില്ല, 0 മണിക്കൂറാണ്. ഇതാരെയും കാണിക്കാൻ വേണ്ടി അല്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ എഴുതത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അയ്യോ ഈ 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 1 1 1 2 5 മണിക്കൂറാണ് ഞാൻ ഈ 4 ദിവസം കൊണ്ട് പഠിച്ചത്, എത്ര സമയം ഞാൻ കളഞ്ഞു എന്ന് സ്വയം ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം കൂടുതൽ പഠിക്കാൻ സമയം
നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇതെന്താ മക്കളെ, ഇത് നിങ്ങൾ ഇഷ്ടം പോലെ മോട്ടിവേഷൻ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചുകൊണ്ടോ ഒന്നും നിങ്ങൾ നന്നാകാൻ പോണില്ല. നമ്മൾ വിചാരിക്കണം. സ്വയം നമ്മളെ മോട്ടിവേറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു രീതിയിലുള്ള ടൈം ടേബിൾ എഴുത്ത്. അത് നമുക്ക് സ്വയം മോട്ടിവേഷൻ നൽകും, നമുക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും, ഒരു കോൺഫിഡൻസ് കിട്ടും. ധാരാളം സമയം നമുക്കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊത്തം ഇരുന്ന് പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. മനസ്സിലായല്ലോ മക്കളെ? അത് ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ, സാറേ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ടൈം ടേബിൾ ഞാൻ നിർമ്മിക്കും, ഞാൻ 22-ാം തീയതി പഠിച്ചു തുടങ്ങും, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ മക്കളെ, ഇതിനകത്ത് വേറെ കാര്യം പറയാനുള്ളത്, കുട്ടികളെ സംബന്ധിച്ച് ധാരാളം സമയമാണ് കിട്ടുന്നത്. കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഫുൾ ഡേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 8 മണിക്കൂറല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. 8 മണിക്കൂറൊന്നും പഠിക്കേണ്ട നിങ്ങൾ. കുട്ടികൾ ജയിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ പഠിക്കുന്നത്? ജയിക്കാൻ വേണ്ടി പഠിക്കാനായിട്ടാണ് മക്കളെ 4 മണിക്കൂർ ഒരു ദിവസം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും. കുട്ടികളുടെ കാര്യം പറയണം. മനസ്സിലായോ? അപ്പോൾ ഇനിയിപ്പോൾ പോളിടെക്നിക്കിലും അവിടെ ഇവിടെയൊക്കെ വേറെ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഇതേപോലെ തന്നെ നിങ്ങൾ സാധാരണ റെഗുലർ കുട്ടികളെ പോലെ തന്നെ ടൈം ടേബിൾ നിർമ്മിക്കുക. നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് എടുത്ത് ടൈം ടേബിൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ആണല്ലോ? അതിനുശേഷം മക്കളെ ഇതെല്ലാം ടൈം ടേബിൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫെബ്രുവരി 9-ാം തീയതി കുട്ടികളോട് പറയുന്നില്ലേ ഞാൻ, റെഗുലർ കുട്ടികളോടും ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികളും എല്ലാം, റെഗുലർ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾ ഉൾപ്പെടുമല്ലോ, കുട്ടികൾക്ക് പിന്നെയുള്ള സമയം കിട്ടും. മക്കളെ അതിനു മുമ്പ് റെഗുലർ കുട്ടികളോട് +2 കുട്ടികളോട് പറയാനുള്ളത്, മക്കളെ നിങ്ങളുടെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ലാബ് എക്സാം വരും. പക്ഷേ ആ സമയം ഞാൻ പറഞ്ഞില്ലേ ടൈം ടേബിൾ എഴുതുമ്പോഴത്തേക്കും ലാബ് എക്സാം ആണ്. സോ ലാബിന് വേണ്ടി പഠിച്ചു എന്ന് എഴുതാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇച്ചിരി സമയം നിങ്ങൾക്ക് മാത്സ് പഠിക്കാമല്ലോ, ഫിസിക്സ് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് 50 ദിവസം നിങ്ങൾക്ക് ഫെബ്രുവരി 9 വരെ കിട്ടും. എന്തുകൊണ്ടാണ് ഈ ഫെബ്രുവരി 9 വരെ എന്ന് പറഞ്ഞത്? ഫെബ്രുവരി 9-നുള്ളിൽ നിങ്ങൾക്ക് മൊത്തം ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. ഇങ്ങനെ പോകുവാണെങ്കിൽ 100% അല്ല 101% കൂടുതൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും മക്കളെ 50 ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ്. 50 ദിവസം വേണ്ട എങ്കിലും ഞാൻ പറഞ്ഞു 30 × 8 എടുക്കുമ്പോൾ 240 മണിക്കൂറാണ് കിട്ടുന്നത്. 30 ദിവസം. ഞാൻ 50 ദിവസം കൊണ്ടാണ് പറയുന്നത് മക്കളെ. 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയാൻ പറ്റും. പഠിച്ച് കഴിയണം. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ബോണസ് ഡേയ്സ് നമുക്ക് കിട്ടും. ഫെബ്രുവരി 9-ന് മുമ്പ് പഠിച്ച് തരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ച്, ഇന്ന് ഞാനിത് വീഡിയോ ചെയ്യുന്നത് 17-ാം തീയതിയാണ് ഡിസംബർ. സോ ഇന്നത്തെ ദിവസം വെച്ച് പറയുകയാണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. സോ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് എനിക്ക് തോന്നുന്നു 10-ാം തീയതി ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ച, അതായത് 9 അല്ലേ, 7 ദിവസം, ഫെബ്രുവരി 2, ഫെബ്രുവരി 3-നോ അല്ലെങ്കിൽ ഫെബ്രുവരി 4-നോ ഒക്കെ ചിലപ്പോൾ എക്സാം തുടങ്ങിയേക്കാം. അപ്പോൾ അത് നമുക്ക് ആ സമയം അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്കിലും ഫെബ്രുവരി 10-ാം തീയതി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. സോ ഫെബ്രുവരി 9-ന് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? മൊത്തം പഠിച്ച് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് തയ്യാറാകുന്ന പോലെ നിങ്ങൾ തയ്യാറായിരിക്കുവാണ്. എന്തിനാണ്? മോഡൽ എക്സാം എഴുതാൻ. ഒന്ന് ഓർത്ത് വയ്ക്കേ, മോഡൽ എക്സാം എഴുതാൻ ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് സെറ്റാക്കിയിട്ട് നിങ്ങൾ ഇരിക്കുവാണ്. ഡിസംബർ 22 തൊട്ടുള്ള ഫെബ്രുവരി 9 വരെയാണ് 50 ദിവസം കേട്ടോ മക്കളെ. 50 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച് സെറ്റാക്കിയിട്ടിരിക്കുവാണ്. ഇനി എന്ത് ചെയ്യണം? മോഡൽ എക്സാമിന് നമ്മൾ റെഡിയാവണം. മോഡൽ എക്സാം നിങ്ങൾ റെഡി ആവണം. നിങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു എന്താ പറയുക, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആ അവസ്ഥയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ എക്സാമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് മക്കളെ. ഇതിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്സെപ്റ്റ് ദ സീരിയസ്നെസ് ഓഫ് ദി എക്സാം ലൈക്ക് ദ പബ്ലിക് എക്സാം. പബ്ലിക് എക്സാം എങ്ങനെയാണോ എഴുതാൻ പോകുന്ന മക്കളെ, അതേപോലെ രാവിലെ എഴുന്നേറ്റ് പഠിച്ച് അതിനു വേണ്ടി തയ്യാറായിട്ട് പബ്ലിക് എക്സാമിൻ്റെ സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ മോഡൽ എക്സാം എഴുതാൻ പോകണം. കാരണം ഈ എക്സാം, ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാം എൻ്റെ മോഡലാണ് അത് നേരത്തെ ഇപ്പോൾ എക്സാം ഇട്ട ആൾക്കാർ തന്നെയാണ് എക്സാം ഇടുന്നത്. അപ്പോൾ എത്രത്തോളം ടഫ് ആകുമോ, അതെനിക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനായിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. കോപ്പി അടിക്കാൻ ഒന്നും അതിനു വേണ്ടി സമയം കളയരുത്. എങ്ങനെ നമുക്ക് പബ്ലിക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളൊരു മോഡലാണ് ആ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളും അതേപോലെ തയ്യാറായിട്ട് മോഡൽ എക്സാമിന് പോവുക. ധൈര്യമായിട്ട് മോഡൽ എക്സാം എഴുതുക. പബ്ലിക് എക്സാം എഴുതുന്ന പോലെ തന്നെ മോഡൽ എക്സാം എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി 9-ാം തീയതി തന്നെ പഠിച്ചു കഴിഞ്ഞ് 10-ാം തീയതി നിങ്ങൾ മോഡൽ എക്സാമിന് തയ്യാറായിട്ടിരിക്കുകയാണ്. എക്സാം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന
പിന്നെ നിങ്ങൾക്ക് അടുത്തത് മാർച്ച് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? റീപ്ലാൻ, സ്റ്റഡി, റീവിസിറ്റിംഗ് ദ കൺസെപ്റ്റ്, റിവൈസിങ് ദ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം, ഇപ്പം മോഡൽ എക്സാം കഴിഞ്ഞ ഇത് കണ്ട് ഈ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന കാര്യം, ഫൈനൽ എക്സാമിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ദൂരം കുറഞ്ഞു. ഇത്രയും ദൂരം കൂടി ഉള്ളൂ കേട്ടോ ഫൈനൽ എക്സാമിലേക്ക്. അതുമല്ല, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് അടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരു 10 ദിവസത്തോളം കിട്ടും. കാരണം മാർച്ച് 3-നാണ് +2, മാർച്ച് 3-നും +1 മാർച്ച് 6-നുമാണ് ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച്. അവർ ടൈം ടേബിൾ മാറ്റാതിരിക്കുകയോ എന്ത് വേണം ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോഴത്തെ ടൈം ടേബിൾ വെച്ച് മുന്നോട്ട് പോകാം. മക്കളെ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് മോഡൽ എക്സാം കുറച്ചുകൂടെ ടഫാണെന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇച്ചിരി കൂടെ ടഫാകാം. അല്ലെങ്കിൽ നമ്മൾ ഈ മോഡൽ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഞാൻ പഠിച്ചിട്ടും എന്ത് പറ്റി ഇത്ര ടഫായത്, അല്ലെങ്കിൽ ഏത് ടഫാകത്തില്ല. കാരണം ഇത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ടഫാകത്തില്ല, പക്ഷേ ഏതെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 ക്വസ്റ്റ്യൻ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ഏത് ചാപ്റ്ററിലെയാണ്, അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. റീപ്ലാൻ, വീണ്ടും പ്ലാൻ ചെയ്യണം. എന്താണ്, ഞാൻ പഠിക്കാതെ വിട്ട പോർഷൻസ് ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്ത പോർഷൻസ് ഏതാണ്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഞാൻ അതിന് വേണ്ടി കൂടുതൽ സമയം പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പഠിക്കണം. റീപ്ലാൻ, പ്ലാൻ ചെയ്ത ശേഷം വീണ്ടും റീപ്ലാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആയതൊരു പ്ലാൻ ചെയ്യാനല്ല, ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ശേഷം ടഫുള്ള അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റാത്ത ഏത് പോർഷനാണോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതും കൂടെ സെറ്റാക്കി എടുക്കും. ആ സമയമാണ് സ്റ്റഡി ചെയ്ത് ആ പോർഷൻ കൂടെ നമ്മൾ പഠിച്ചെടുത്ത് കഴിയുമ്പോൾ എന്തായി, നമ്മൾ സെറ്റായല്ലോ മക്കളെ. യെസ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റിവൈസ് ഇൻ ദ കൺസെപ്റ്റ്സ്. പിന്നെ ഒരു 10 ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 8 ദിവസത്തോളം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ആദ്യം തൊട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. റിവൈസിങ് എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ടും വേണ്ട കാര്യം കേട്ടോ. 100% നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ് റിവിഷൻ. റിവിഷൻ എല്ലാ കുട്ടികളും ചെയ്തിരിക്കണം. ആ റിവിഷൻ ചെയ്യാൻ നേരത്തെ ഓരോന്നോരോന്ന് ഓർമ്മ വരും. കൊള്ളാം, ഓക്കെ. അപ്പോൾ നിങ്ങൾ ചുമ്മാ മറിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതാണ് പറയുന്നത്, നിങ്ങൾ വേറൊരു നോട്ടില്ലേ മക്കളെ, നിങ്ങൾ ഈ എന്തുവാണ് ഞാനിപ്പോൾ പറഞ്ഞ ഡിസംബർ 22 തൊട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളൊരു പുതിയ നോട്ട് എടുക്കുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റുകൾ നിങ്ങൾ എഴുതുക. മൊത്തം എഴുതണമെന്നല്ല പറയുന്നത്, പഠിച്ച്. ഇപ്പം ഞാൻ പറയണം മെട്രിക്സിനകത്തെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഓക്കെ. പഠിച്ച ശേഷം ഇതിൻ്റെ അകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എഴുതുക, ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിനകത്ത് +2-ൻ്റെ ആണെങ്കിൽ റിലേഷൻ ഫംഗ്ഷനകത്തെ ആദ്യം റിലേഷൻ പഠിച്ചു, റിഫ്ലെക്സീവ് റിലേഷൻ പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ഈ നോട്ട്ബുക്കിൽ എഴുതുക. റിഫ്ലെക്സീവ് റിലേഷൻ, ഓക്കെ, കഴിഞ്ഞു. അടുത്ത് സിമെട്രിക് റിലേഷൻ കഴിഞ്ഞു. ട്രാൻസിറ്റ് റിലേഷൻ പഠിച്ചതിന് ശേഷം കഴിഞ്ഞു, ഓക്കെ. കഴിഞ്ഞത് മാത്രം ഇതിൻ്റെ അകത്ത് എഴുതി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാതെ വിട്ട കൺസെപ്റ്റുകൾ എക്സാമിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ റീപ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നോട്ട്ബുക്ക് നമുക്ക് ഉപയോഗപ്പെടും. ഓക്കെ, നിങ്ങൾ ടൈം ടേബിൾ എഴുതുന്ന നോട്ട്ബുക്കിൻ്റെ പുറകിലോ മുമ്പിലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഓരോന്നിനും വേണ്ടി നിങ്ങൾക്ക് നോട്ട് എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ റീപ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ റിവൈസിങ് ദ കൺസെപ്റ്റ് ചെയ്യാൻ നേരത്ത് ഓരോ പോർഷൻ്റെ അത് നോക്കുക. ഓക്കെ, റിഫ്ലെക്സ് റിലേഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞാണ്, അതൊന്നുകൂടെ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തതിന് ശേഷം വീണ്ടും അതിനകത്ത് അടുത്തൊരു ഡബിൾ ടിക്ക്. റിവിഷൻ ചെയ്തതിന് ശേഷം ഡബിൾ ടിക്ക്. ഇക്വലൻസ് റിലേഷൻ കഴിഞ്ഞു, ഡബിൾ ടിക്ക്. അപ്പോൾ റിവിഷൻ ചെയ്യാൻ നേരത്ത് ഡബിൾ ടിക്ക് ഇടുക. 2 തവണ നമ്മൾ അതിലൂടെ മൊത്തം ഓടിച്ച് നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താ മക്കളെ, റിവിഷനും കൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോടുകൂടി എക്സാം എത്ര ടഫോ എങ്ങനെ വേണേ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത്രയും സമയം എടുത്ത് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് മക്കളത് ചെറുതൊന്നുമല്ല, ഭയങ്കരമായ. നമ്മളിവിടെ തൂങ്ങിക്കിടക്കുവാണേ, നിങ്ങൾ ഇവിടെ തന്നെ എത്തി നിൽക്കേണ്ട അവസ്ഥയായി. കാരണം പബ്ലിക് എക്സാം ആണിത്. അത് അച്ചീവ് ചെയ്യാനായിട്ട്, ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായി. കോൺഫിഡൻസ്, പേപ്പർ കിട്ടിയാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ പബ്ലിക് എക്സാം നിങ്ങളുടെ മുന്നിലുള്ളത്, നിങ്ങൾ പക്ക റെഡി ആയി കഴിഞ്ഞു പബ്ലിക് എക്സാമിന് വേണ്ടി. മക്കളെ, പബ്ലിക് എക്സാമിന് റെഡി ആയി കഴിഞ്ഞു. ധൈര്യത്തോടെ നിങ്ങൾക്ക് പോവാം. തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, തലേദിവസം ലൈവ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസാണ്. പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റുകൾ തലേദിവസം ലൈവ് ക്ലാസ്. മക്കളെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ എക്സാമിന് പോകണം എങ്ങനെയാണ്? കൺസെപ്റ്റ് പഠിക്കാതെ തലേദിവസം ലൈവ് ക്ലാസ്സുകൾ കാണും. പക്ഷേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ എഡ്യൂക്കേറ്റേഴ്സ് യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് തലേദിവസം ലൈവ് ക്ലാസ് അവരിടും 7-8 മണിക്കൂറൊക്കെ. നിങ്ങൾ വളരെ കൂളായിട്ട് റിവിഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ റിവിഷൻ ചെയ്ത ബുക്കില്ലേ, അതും എടുത്തുകൊണ്ട് അങ്ങിരിക്കുക. അവരോരോരോ ടോപ്പിക്കുകൾ പറയും. അപ്പം നിങ്ങൾ വളരെ നേരത്തെ പോലെയല്ല,
അല്ല കിഡിലിനായിട്ട് അവർ പറയുന്ന കൺസെപ്റ്റ് കൊള്ളാം, മനസ്സിലായി. അവർ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് എഴുതി പോവാം. കാരണം എന്താ, പുതിയതായിട്ട് നമ്മൾ അതിന് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. അവർ പറയും, നമുക്കിങ്ങനെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ലൈവ് കാണാം, ടെൻഷൻ വേണ്ട, കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. അവരിങ്ങനെ ക്വസ്റ്റ്യൻ പറയുന്നു, ഓക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുക, ലൈവ് ഓക്കെ അത് കഴിഞ്ഞു, രാവിലെ തൊട്ട് ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. എന്ത് രസമുള്ള കാര്യം എന്ന് ഓർത്ത് നോക്കി. അവർ കൺസെപ്റ്റുകൾ പറയും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം ഉണ്ടെങ്കിൽ വീണ്ടും എഴുതിയെടുക്കാൻ നിങ്ങളുടെ ബുക്ക് ഉപയോഗിക്കാം. മനസ്സിലായ മക്കളെ, എന്ത് രസമുള്ളൊരു പഠിത്തമായിരിക്കും അത്, ഒന്ന് ഓർത്ത് നോക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലെല്ലാം കണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയ പോർഷൻ ഉണ്ടെങ്കിൽ ആ ലൈവ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തി കാണും. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അത് പഠിച്ച് സെറ്റാക്കാം. എന്നിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് റെഡിയായി, ഫുൾ റെഡിയായി കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ധൈര്യത്തോടെ പബ്ലിക് എക്സാമിന് പോകാം. എക്സാം എഴുതി കഴിഞ്ഞ്, എല്ലാ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ധൈര്യത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരുന്ന ഈ ഒരു സീൻ ഒന്ന് ഓർത്ത് നോക്കണം മക്കളെ. നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഏതൊരുത്തനും ഇതേപോലെ സന്തോഷത്തോടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് വലിച്ചെറിയാനല്ല ഞാൻ പറഞ്ഞത്, അത്രയും സന്തോഷത്തോടെ നമുക്ക് എക്സാം ഹാളിൻ്റെ പുറത്തിറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും മക്കളെ ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനും കുത്തിയിരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയാണ്. ഏതൊരു കുട്ടിക്കും സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുള്ളതാണ്, മിക്ക വർഷങ്ങളിലും ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൈ ലെവൽ മാർക്ക്, A+, ഹൈ ലെവൽ എന്ന് പറയുന്നത് ഞാൻ എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റത്തില്ല, അവരുടെ ഹൈ ലെവൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ്. സേ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ജയിക്കണം. അത് ജയിക്കാൻ 100% പറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുക മക്കളെ. പഠിച്ച ശേഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം. ഈ എക്സാം അടുക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികൾക്കും വരുന്നൊരു പ്രശ്നമാണ് ടെൻഷൻ. വേറൊരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല മക്കളെ. ഇത്രയും പഠിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തലേൻ്റെ തലേദിവസം വേണമെങ്കിൽ സിനിമയ്ക്ക് പോവാം. കാരണം എന്താ, അത്രയ്ക്ക് കൂളായിട്ട് പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. മനസ്സിലായോ? നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. അപ്പോൾ ഇഷ്ടംപോലെ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. സമയം യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയം. ആ സമയത്തെ നമ്മൾ പിടിച്ച് മെരുക്കിയെടുത്ത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കൊണ്ടുപോകാനുണ്ടല്ലോ, ഏറ്റവും ഉപയോഗപ്രദം ആകുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കിടിലനായിട്ടുള്ള നിങ്ങളുടെ സ്മാർട്ട് വർക്ക്. ഓക്കെ, അപ്പോൾ സമയത്തെ പിടിച്ചു കിട്ടുവാണ് നമ്മൾ ഈ സ്മാർട്ട് വർക്കിലൂടെ ചെയ്ത മക്കളെ. ഇതേപോലെ പഠിക്കുക മക്കളെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്സിൻ്റെ വീഡിയോസ്, മാത്സിൻ്റെ ടഫ് പോർഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയ വീഡിയോസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മക്കളെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കാം. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതൊരു വലിയൊരു വിജയമാക്കി തീർക്കാൻ എനിക്ക് സാധിക്കും. കാരണം എന്തായാലും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ വിജയമാക്കി തീർക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ വേണ്ട കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്ത കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചോ, നിങ്ങളുടെ ഇഷ്ടമാണ് മക്കളെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മക്കളെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെയും കൂടുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഈ ചാനൽ കാണാനായിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം. ഓക്കെ, അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ കമൻറ്റ് ചെയ്യുക. ഒരു ലവിൻ്റെ ഒരു ഇമോജി എങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ കുട്ടികളും. അതാണ് എനിക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു പ്രതിഫലം മക്കളെ. വളരെയധികം സന്തോഷത്തോടെ പറയുവാണ്. എല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. നല്ലൊരു മാർക്ക് കിട്ടട്ടെ. എല്ലാവരും കിടിലിനായിട്ട് മാർക്ക് വാങ്ങി പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.